കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവർക്കെതിരെ കേസെടുക്കണമെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ ആവശ്യപ്പെട്ടിരുന്നു. ഇടത് പ്രവർത്തകരാണ് പോസ്റ്റ് പ്രചരിപ്പിച്ചതെന്ന് വ്യക്തമായെന്നും സുധാകരൻ പ്രതികരിച്ചു. ഇടത് സർക്കാരിന്റെ പോലീസ് തന്നെയാണ് ഇത് കണ്ടെത്തിയത്. പോലീസിന്റെ നിലപാടാണോ അതോ CPMന്റെ ലോക്കൽ കമ്മിറ്റിയുടെ അഭിപ്രായമാണോ ഇക്കാര്യത്തിൽ മുഖവിലക്കെടുക്കേണ്ടതെന്ന് സുധാകരൻ ചോദിച്ചു. ഇതിന് പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് പോലീസ് കണ്ടെത്തണം. CPMന്റെ നേതാക്കൾ അറിയാതെ ഒന്നും നടക്കില്ല എന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. പോലീസിനെ വിശ്വസിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മളെല്ലാം ജീവിക്കുന്നതും പോകുന്നതും. അവരുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിനെയാണ് ഞങ്ങളൊക്കെ ആശ്രയിക്കുന്നത്. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നാണ് ഈ പരാമർശം വന്നത് എന്ന് വ്യക്തമാണ്. ആ വ്യക്തത മാറ്റിമറിക്കാനൊന്നും ഒരാളുകൾക്കും ഇടതുപക്ഷത്തിനും സാധിക്കില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങൾ അതിനുവേണ്ടി അവസാനത്തെ തുള്ളി രക്തം ചൊരിയേണ്ടി വന്നാലും ഞങ്ങൾ അതിനുവേണ്ടി പോരാടും എന്ന് ഞാനിവിടെ പ്രഖ്യാപനം നടത്തുകയാണ്. അതേസമയം കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിൽ പങ്കുണ്ടെന്ന് പോലീസ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന വ്യക്തികൾക്ക് CPMുമായി ബന്ധമുണ്ടെന്നറിയുമ്പോൾ പല സംശയങ്ങളും ഉടലെടുക്കുന്നു. പോലീസ് ഫോൺ പിടിച്ചെടുത്ത് പരിശോധനയ്ക്ക് അയച്ച റിബേഷ് രാമകൃഷ്ണൻ DYFI വടകര ബ്ലോക്ക് പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സമയം വടകര മണ്ഡലത്തിൽ വിവാദമായ കാഫിർ പ്രചരണത്തിന് പിന്നിലെ രാഷ്ട്രീയമാണ് ഇവിടെ വെളിവാകുന്നത്. ഇതിനിടെ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവരെ തള്ളിപ്പറഞ്ഞ KK ശൈലജയുടെ നിലപാടും പാർട്ടിക്ക് വിനയായി. കോഴിക്കോടും കണ്ണൂരും ഇത് CPMൽ വലിയ വിമർശനമാകും. ഒപ്പം നടക്കാനിരിക്കുന്ന പാർട്ടി സമ്മേളനത്തിലും വിമർശനമായി മാറും. എന്നാൽ സംഭവത്തിൽ റിബേഷിനെ തള്ളിപ്പറയാൻ DYFI ജില്ലാ നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതുമുണ്ട്. പകരം നേതാക്കൾക്കെതിരെ നടത്തുന്നത് കള്ളപ്രചരണമാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും നേതൃയോഗം വ്യക്തമാക്കി. ഉറവിടം സംബന്ധിച്ച് കൃത്യമായ വിവരം നൽകാൻ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിൻമാർ തയ്യാറാകാത്തതിനാൽ തയ്യാറായവരിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നാണ് പോലീസിന്റെ നിലപാട്. എന്നാൽ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുന്നവരെ കേസിൽ കുടുക്കുന്ന പല കേസുകളും കേരളത്തിലുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തവർ കേസിൽ സാക്ഷികൾ മാത്രമാണ്. അതിനിടെ കേസ് അന്വേഷിച്ച പോലീസുകാരെ സ്ഥലം മാറ്റുകയും ചെയ്തു. ഇതും ആരോപണങ്ങൾക്ക് പുതിയ മാനം നൽകുന്നുണ്ട്. MSF ജില്ലാ സെക്രട്ടറി മുഹമ്മദ് കാസിമിന്റെ പേരിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജയെ കാഫിർ എന്ന് വിളിച്ചുകൊണ്ടുള്ള സ്ക്രീൻഷോട്ടാണ് പ്രചരിച്ചത്. സ്ക്രീൻഷോട്ട് തയ്യാറാക്കി പ്രചരിപ്പിച്ചവർ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നായിരുന്നു ശൈലജയുടെ നിലപാട്. പ്രചാരണത്തിനു പിന്നിൽ ആരാണെന്ന് അറിയില്ല. പോലീസ് റിപ്പോർട്ട് കണ്ടിട്ടില്ല. ഇടതെന്ന് തോന്നിക്കുന്ന ചില പേരുകളിൽ ഇടതുപക്ഷത്തിന് എതിരായ ഒട്ടേറെ പ്രചാരണങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് നടന്നിരുന്നു. മുൻ MLA KK ലതിക സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യേണ്ടിയിരുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ അറിയേണ്ടതല്ലേ എന്നായിരുന്നു ഇക്കാര്യത്തിൽ ലതികയുടെ മറുപടിയെന്നും ശൈലജ പറഞ്ഞിരുന്നു. MSF ജില്ലാ സെക്രട്ടറി മുഹമ്മദ് കാസിമിന്റെ പേരിൽ ഈ പോസ്റ്റ് പോളിംഗിന്റെ തലേ ദിവസമാണ് വടകരയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത്. UDFന്റെ വർഗീയ രാഷ്ട്രീയം എന്ന രീതിയിൽ CPM കേന്ദ്രങ്ങൾ ഈ പോസ്റ്റ് വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. കുറ്റ്യാടി മുൻ MLA KK ലതിക അടക്കം ഇത് ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്തു. തുടർന്ന് സംഭവത്തിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് CPM നേതാവ് വടകര പോലീസിൽ പരാതി നൽകി. യൂത്ത് ലീഗ് നെടുമ്പ്രമണ്ണ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കാസിമിന്റെ പേരിലുള്ള സ്ക്രീൻഷോട്ടാണ് പ്രചരിച്ചത്. എന്നാൽ കോഴിക്കോട് റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ കാസിമിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് ഇത്തരമൊരു പോസ്റ്റ് ആ ഫോണിൽ നിർമ്മിക്കുകയോ പ്രചരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പോലീസ് കണ്ടെത്തി. ഇത്തരമൊരു വാട്സപ്പ് ഗ്രൂപ്പ് നിലവിലുണ്ടോ എന്ന കാര്യവും കാസിമിന്റെ പേരിലുള്ള മൊബൈൽ നമ്പറുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് കണ്ടെത്താനുമുള്ള നടപടികളും സ്വീകരിച്ചിരുന്നു. തുടർന്ന് തന്റെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുകയാണെന്ന് മുഹമ്മദ് കാസിം പരാതിപ്പെട്ടതോടെയാണ് കേസ് മാറിമറിഞ്ഞത്. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിന്റെ അന്വേഷണം ഇടത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എത്തി നിൽക്കുന്നതായാണ് പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. റെഡ് എൻകൗണ്ടർ എന്ന ഇടത് അനുകൂല വാട്സപ്പ് ഗ്രൂപ്പ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യാജ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിന്റെ പ്രൊഫൈൽ വിവരങ്ങൾ ലഭിച്ചിരുന്നുവെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. ഉറവിടം വെളിപ്പെടുത്താത്തതിനാൽ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത പോരാളി ഷാജി എന്ന പേജിന്റെ അഡ്മിനായ വഹാബിന്റെ ഫോണും പിടിച്ചെടുത്തിട്ടുണ്ട്. സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം സംബന്ധിച്ച് ഫേസ്ബുക്കും വാട്സപ്പും ഇതുവരെ മറുപടി നൽകാത്തതിനാൽ പ്രതികൾ ആരെന്ന നിഗമനത്തിൽ എത്താനാകില്ല എന്നും പോലീസ് പറയുന്നു.